പ്രതികരണം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ചെന്താമരയ്ക്ക് ഇനിയുള്ള കാലം ജയിലിൽ കഴിയാം. അതെ, ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ജീവപര്യന്തം 14 വർഷം, പിന്നീട് ഒരു 14 വർഷം, 5 വർഷം, അങ്ങനെയാണ്. ചെന്താമര ജയിലിൽ കടന്ന കാലം കൂടി കുറച്ചുകൊണ്ട് ആകെ എത്ര വർഷം കിടക്കേണ്ടി വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ ചെന്താമര നേരത്തെ വലിയ ഭീഷണികൾ നടത്തിയിരുന്നു. തനിക്കെതിരെ ഈ നടത്തിയിരുന്ന സാക്ഷി പറഞ്ഞ ആളുകൾ, ഈ ആളുകളെ കൊലപ്പെടുത്തും എന്നുൾപ്പെടെ ചെന്താമര പറഞ്ഞിരുന്നു. ഇതിൽ ഭയന്നുകൊണ്ട് ഈ നാട് വിട്ട ആളുകൾ പോലും ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വിധി വരുന്നത് അറിഞ്ഞ് ഈ പുഷ്പ എന്ന വ്യക്തി, ഈ സജിതയുടെ അയൽവാസിയായ വ്യക്തി നാട് വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഇരട്ട ജീവപര്യന്തം എന്നുള്ളതാണ്. അതിൽ ഇനി എത്ര വർഷം അനുഭവിക്കണം എന്നുള്ളതടക്കം ഈ പ്രോസിക്യൂഷനിൽ നിന്ന് അറിയാൻ കഴിയും. അതായത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ 28 വർഷമാണ് വരിക. അതോടൊപ്പം തന്നെ ഇത് കൂടാതെ തെളിവ് നശിപ്പിക്കലിന് 5 വർഷം വേറെ ശിക്ഷ കൂടി വിധിച്ചിട്ടുണ്ട്. ഇത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും. ഇത് കൂടാതെ ഈ നേരത്തെ ഈ കേസിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൂടി ഇതിൽ നിന്ന് കുറച്ച് എത്ര വർഷം കിടക്കണമെന്നാണ് ഇനി അറിയേണ്ടത്. എങ്ങാനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ കൊലപാതകങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. കാരണം വൈരാഗ്യമുള്ള ആളുകൾ ഇനിയുമുണ്ട്. അതിലൊരാളാണ് പുഷ്പ. അയൽവാസിയായ പുഷ്പയെ കൊല്ലുമെന്നൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരോൾ അനുവദിക്കാതെയുള്ള ശക്തമായ അല്ലെങ്കിൽ കർശനമായ ഒരു ശിക്ഷാവിധി തന്നെയാണോ ഉണ്ടാവുക? അക്കാര്യം കൂടി പ്രോസിക്യൂഷനും പോലീസും പരിഗണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഇരട്ട ജീവപര്യന്തത്തിന് ജയിലിൽ പോയാലും അതിനിടയ്ക്ക് അത് ഈ ഇരട്ട കൊലപാതകത്തിന്റെ വിചാരണ കൂടി തുടങ്ങേണ്ടതുണ്ട്. ആ ഇരട്ട കൊലപാതകത്തിൽ കൂടുതൽ കർശനമായ ശിക്ഷയിലേക്ക് കോടതി പോകും എന്നൊരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും ഈ സജിതയുടെ കുടുംബത്തിനും എല്ലാം തന്നെ ഉള്ളത്. ഇപ്പോൾ ഈ മറ്റ് കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഈ കേസിലെ, അതായത് സജിത വധക്കേസ് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. ഈ സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്താവിന്റെ മാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് മറ്റൊരു കേസ് തന്നെയാണ്. ആ കേസിൽ ഇതിലും ശക്തമായൊരു വിധി വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനും പോലീസും ഈ സജിതയുടെ കുടുംബവും എല്ലാം തന്നെ പങ്കുവെക്കുന്നത്. എന്തായാലും ഈ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ചെന്താമര ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. കാരണം ഈ ചെന്താമര തന്നെ പറഞ്ഞിരുന്നു, തനിക്കെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞ ആളുകളെ ഈ താൻ വകവരുത്തും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് അത് കോടതി കൂടി മുഖവിലക്കെടുത്ത് ഈ പരോൾ നൽകാതെ, ഈ ജാമ്യം നൽകാതെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ശരി സാജിദ, ഈ സജിത വധക്കേസിൽ ഏറ്റവും നിർണായകമായത് ഈ സാക്ഷിമൊഴികളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും ഒക്കെ തന്നെയായിരുന്നു. തീർച്ചയായും 44 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഈ സാക്ഷികളെ വിസ്തരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും ഇവരെ കോടതിയിൽ എത്തിക്കുക എന്നുള്ളത് കൂടി സാഹസികമായിരുന്നു എന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഈ വെട്ടാൻ ഉപയോഗിച്ച ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ ഈ രക്ത സാമ്പിളുകൾ അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ കൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു സംശയത്തിന്റെ ഒരു സാഹചര്യവും ഇല്ലാതെ തന്നെ കേസ് തെളിഞ്ഞു. ഇതിലാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനി ഉള്ളത് ഈ സുധാകരനും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസ് കൂടിയാണ്. അത് നമുക്കറിയാം, ഈ ചെന്താമരയ്ക്ക് ഈ പോത്തുണ്ടി ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥയിലാണ് ഈ പരോൾ നൽകിയിരുന്നത്. എന്നാൽ അയാൾ ആ ഭാഗത്ത്, അതായത് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരികയും 2 ആളെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി ഈ കോടതി അത്തരം കാര്യങ്ങൾ കൂടി ഒരു ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക. അതിൽ അന്ന് ഈ കോടതി തന്നെ ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരാൻ പാടില്ല എന്ന കർശന ഉപാധിയോടുകൂടി പരോൾ നൽകിയെങ്കിലും അത് അയാൾ അവിടെ എത്തി. അതിന് പോലീസ് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഈ വിധി കേൾക്കാൻ ഇവരുടെ കുടുംബം കൂടി എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഇതിൽ ചെന്താമരയ്ക്ക് വല്ലതും പറയാനുണ്ടോ? അതോടൊപ്പം തന്നെ ഈ കുടുംബം
ഇതിൽ എന്ത് പ്രതികരണം നടത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ അച്ഛനും അമ്മയും മുത്തശ്ശിയും നഷ്ടപ്പെട്ട കുട്ടികളാണ് ഇവർ. ഇനി ഈ ഏത് രീതിയിലാണ് ഈ വിധിയെ കാണുന്നത്, അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ചെന്താമരയെ കോടതിയിൽ നിന്ന് ഇറക്കാൻ കുറച്ചുകൂടി സമയം എടുക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രോസിക്യൂഷനും ഈ ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശരി, ഇതിൽ വധശിക്ഷ വേണമെന്നായിരുന്നല്ലോ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് സാധ്യത. എന്നാൽ അത് പരിഗണിക്കാനാകില്ല, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി ഇതിനെ കാണാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കോടതി ഈ കേസ് സജിതാ വധം എന്ന ഒറ്റ കാര്യം വെച്ചുകൊണ്ടുള്ള താണ് പരിഗണിച്ചത്. കാരണം മറ്റ് 2 ഈ കേസുകൾ കൂടി ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴെന്തായാലും ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ അന്നത്തെ ഈ കേസ് നടത്തിയിരുന്ന, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസ് ആയി ഈ സജിതാ വധത്തെ മാത്രം എടുത്ത് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതിൽ ഈ മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ, അതായത് അടുത്ത ഇരട്ട കൊലപാതകം കൂടി പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷേ ഈ കേസിന്റെ ഈ കുറ്റപത്രം പരിഗണിച്ചുകൊണ്ട് ഒപ്പം സുധാകരന്റെ അമ്മ ലക്ഷ്മി ആ ഇരട്ട കൊലക്കേസിൽ വിചാരണ ആരംഭിച്ചോ? അതിന്റെ നടപടികൾ ആകുന്നതേ ഉള്ളൂ. ആ നടപടികൾ കുറ്റപത്രം സമർപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. അത് ഒരുപക്ഷെ 1 വർഷത്തോളം ആവാം അതിന്റെ ഈ കോടതി നടപടിക്രമങ്ങൾ തുടങ്ങാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ സമയം വരെ, അതിന്റെ വിചാരണ പൂർത്തിയാകുന്നത് വരെയെങ്കിലും ഈ പരോൾ നൽകാതെ മറ്റ് ഈ ജയിലിൽ നിന്ന് ഇയാൾ പുറത്തിറങ്ങാത്ത തരത്തിലുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കും ഈ കുടുംബത്തിനുമെല്ലാം തന്നെ ഉള്ളത്. ഈ സാക്ഷി പറഞ്ഞ ആളുകൾ പോലും വലിയ ഭയപ്പാടിലാണ് ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ ചെന്താമര പുറത്തിറങ്ങുകയാണെങ്കിൽ അത് തങ്ങളുടെ ജീവനെ ബാധിക്കും എന്ന വലിയൊരു ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരട്ട കൊലപാതകത്തിന്റെ വിധി കൂടി വളരെ വേഗത്തിലാക്കണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. മറ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത മാസങ്ങളിലായി ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ദിവ്യ, ശരി. നെന്മാറ സജിത വധക്കേസിലാണ് പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷാവിധി കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. 2019 നടന്ന കൊലപാതകമാണ്. അതിന് പിന്നാലെ ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഈ വർഷം മറ്റ് 2 പേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തുന്നത്.